കുടുംബത്തെ സംരക്ഷിക്കാൻ രാപ്പകലില്ലാതെ അന്യനാടുകളിൽ കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പ്രവാസികൾ. തിരക്കേറിയ ജീവിതത്തിനിടയിലും ഒന്ന് നാട്ടിൽ പോയിട്ട് വരുമ്പോഴേ ഉണ്ടാവുന്ന സന്തോഷവും ആശ്വാസവും നമുക്ക് വലുതാണ്. ഇവിടെ ഇതാ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പ്രവാസ ലോകത്തേക്ക് യാത്രയായ ജയൻ അപ്രതീക്ഷിതമായി കിട്ടിയ ലീവിന് നാട്ടിലെത്തുകയാണ്. ബാക്കി നമുക്ക് നേരിൽ കാണാം. ഹലോ, സുരേന്ദ്ര, എന്റെ മരുമോനൊന്ന് ഗൾഫിൽ നിന്ന് വരുവാ കേട്ടോ. കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ചെറുക്കൻ ദുബായി പോയതല്ലേ. 15 വർഷം കഴിഞ്ഞ് അറബി ലീവ് കൊടുക്കോളെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ നേർച്ചയുടെ ഫലം കൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോ തന്നെ ലീവ് കിട്ടി. ഇപ്പൊ നിനക്ക് മനസ്സിലായ സുരേന്ദ്ര, നേരത്തെ ഇട്ടാ ശക്തി ഉണ്ടാവുമെന്ന്. ഇന്നവൻ ഇങ്ങോട്ട് വരും കേട്ടോ. ഇങ്ങോട്ട് വരുന്നെന്നാ, ഇങ്ങോട്ട് വരട്ടെന്ന് പറയാനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഒന്നാമതേ ബന്ധുക്കളെ തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ വയ്യ, അപ്പൊ ഇങ്ങോട്ട് വരണം. എന്റെ ദൈവമേ, എന്റെ നേർച്ചകൾക്കെല്ലാം ഫലം കണ്ട് ഒരു ബന്ധുക്കളെ ഇങ്ങോട്ട് വരുത്തിച്ചല്ലേ ചേച്ചി. അയ്യോ, മാമൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ആര് ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞാലും അപ്പൊ ആ വീട്ടിലോട്ട് വലിഞ്ഞു കയറി ഒരാൾ വരൂലേ? വരും. ഇവിടുത്തെ ആ ആളാണ് ഞാൻ. അത് മനസ്സിലായി. മാറുവാ അങ്ങോട്ട്. അളി ഇതുവരെ വന്നില്ലേ ചേച്ചിയെ? അമ്പിളി, ചില ആൾക്കാരുണ്ട്, ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരണം അറിഞ്ഞു കഴിഞ്ഞാൽ വിളിക്കാതെ കയറി ഇങ്ങ് വരെയും ചെയ്യും. ആർക്കെങ്കിലും എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒരു നാണമില്ലാതെ എടുത്ത് കുടിക്കുകയും ചെയ്യും. മാമ, അയ്യോ, മക്കളെ പറഞ്ഞല്ല, മക്കളെ കൂടി. ഓ ശരിയാ ശരിയോ. അമ്പിളി, ചിലർക്കാണെങ്കിൽ പറഞ്ഞാലെങ്കിലും മനസ്സിലാവും, ചില നാടുകൾക്കാണെങ്കിൽ അതും മനസ്സിലാവൂല. എനിക്ക് വേണ്ട നിങ്ങളുടെ വെള്ളം. നീ പെണങ്ങല്ലേ ഉണ്ണിക്കുട്ടാ, അച്ഛനൊരു തമാശ പറഞ്ഞതല്ലേ? ഇല്ലേ ജി, ഇങ്ങനെ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനെ മരുമോൻ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ആ പെട്ടിയെല്ലാം പൊട്ടിച്ച് അതിലെ സാധനമെല്ലാം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന്. അളിയൻ വന്ന ഉടനെ എനിക്ക് അളിയനൊന്ന് കാണണം, എന്ന് തിരിച്ചു പോകുന്നു എന്ന് ചോദിക്കണം, ഒരു സെൽഫി എടുക്കണം, അങ്ങ് പോകണം. അല്ലാതെ എനിക്കൊന്നും വേണ്ടേ നിങ്ങളുടെ സാധനങ്ങളൊന്നും. സന്ധ്യ, അതെ അതെ അതെ, ഏട്ടൻ ഇന്ന് വരും. സന്തോഷടി. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. പിന്നില്ലേ. ഇനി അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഏത് പെട്ടിയിലെ സാധനങ്ങൾ കൊണ്ടുവരുമോന്നോ? VIP പെട്ടിയിലാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. മാമനാണെങ്കിൽ കൊണ്ടുവരേണ്ടത് VIP പെട്ടിയല്ല, RIP പെട്ടി. അതിനകത്ത് മാമന് VIP ആയിട്ട് കിടക്കാം. കെട്ടവനെ, കാലം വന്നപ്പോ കക്കൂസിനകത്ത് ഒളിച്ചിരുന്നോണ്ട് കാലം കണ്ടില്ല. എത്ര നാൾ ഇങ്ങനെ വലിക്കാക്കെ വലിപ്പിച്ച് ജീവിക്കും കേറി. അളിയം വന്നേ. നേരത്ത് എടുത്തു നേരത്ത് പത്തിനൊരു തിരിമുന്നേ നേരത്ത് ഉറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്ന നേരത്ത് ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്ത് കൈവിരൽ മുട്ടുന്ന നേരത്ത് നേരത്ത് കാലുകൾ തട്ടുന്ന നേരത്ത് നേരത്ത് ഓരോരോ നേരവും നീയുള്ള നേരത്ത് വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്, വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ്, ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സോ, വന്നല്ലോ ഫീലിങ്സോ, വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ്, ഫീലിങ്സോ. അളിയാ അളിയാ, അളിയന് സുഖം തന്നെ അളിയാ. എത്ര നാളായ അളിയാ കണ്ടിട്ട്. 15 വർഷം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അളിയ 3 കൊല്ലം ആയപ്പോഴേ ഇങ്ങ് വന്നല്ലോ അളിയാ. എനിക്ക് ഭയങ്കര സന്തോഷം അളിയാ. ഉമ്മ 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 ഉമ്മ. എന്റെ അളിയ പൊന്നാരളിയ. പട്ടി, ആ പെട്ടിയാണ് നിന്റെ അളിയെ. നിന്റെ അളിയൻ ദാ നിൽക്കുന്നടാ പന പോലെ. അയ്യോ അളിയാ അളിയാ അളിയാ, എന്റെ അളിയ ആള് മാറിപ്പോളിയാ. ഒരു കാര്യം, ഞാൻ വന്ന വിവരം ഈ നാട് മുഴുവൻ പറഞ്ഞു എല്ലാവർക്കും പറയാം. ശരി, അമ്പിളി പെണ്ണേ. ചേട്ടാ, വന്നല്ലോ ഫീലിങ്സ്, വന്നല്ലോ ഫീലിങ്സ്, വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ്, ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സോ, വന്നല്ലോ ഫീലിങ്സോ, വന്നു വന്നു കൊള്ളുന്നല്ലോ ഫീലിങ്സ്, ഫീലിങ്സോ. മക്കളെ, അച്ഛന് നേർച്ചയാണ് അച്ഛൻ എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് വലിയ സന്തോഷമായി. 15 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ലീവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അച്ഛന്റെ ഒരൊറ്റ നേർച്ച കാരണം 3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിൽ എത്താൻ പറ്റി. പഴകിലെ മോന് മനസ്സിലായല്ല അച്ഛന് നേരത്തെ ശക്തി ഉണ്ടെന്ന്. പിന്നെ അതുകൊണ്ട് അറബി എനിക്ക് 1 മാസത്തെ ലീവല്ല നിൽക്കുന്നത്, 42 ദിവസത്തെ ലീവാണ് വന്നിരിക്കുന്നത്. മതിയടാ മതി, അച്ഛന് സന്തോഷമായി. മക്കളെ, അച്ഛൻ ഇപ്പൊ വരാം കേട്ടാ. ഒരു കാര്യമുണ്ട്, ഇപ്പൊ വരാം. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും മതി.
അമ്പിളി പെണ്ണേ, ജയേട്ടോ 3 വർഷം മുന്നേ താലി കെട്ടി എന്റെ അന്ന് ഫസ്റ്റ് നൈറ്റ് പോലും ആഘോഷിക്കാതെ പോയതാ. അമ്പിളി പെണ്ണേ വാ. ചപ്പേന്നടി വരുമോനെ, ചപ്പേന്നടി വരുമേ, ചപ്പ ചപ്പ ചപ്പേന്നടി വരുമേ. ചപ്പേന്നടി വരുമോനെ, ചപ്പേന്നടി വരുമേ, ചപ്പ ചപ്പ ചപ്പേന്നടി വരുമേ. കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അളിയ കൊണ്ടുവരും പറഞ്ഞ സാധനം കൊണ്ടുവന്നില്ല അളിയ. എന്തോന്ന്? മൊബൈല്. എടാ നിനക്കുള്ള ഫോൺ ആ ബാഗിനകത്തില്ലായിരുന്നോ? അത് കിട്ടിയളിയാ, നോക്ക്. ഇത് കുത്തി വിളിക്കുന്ന ഫോണല്ലേ, എനിക്ക് വേണ്ടത് തേച്ച് വിളിക്കുന്നത്. നീ ഇപ്പൊ കുത്ത്, പിന്നെ തേക്കാം. കുത്തി വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും നിനക്ക് ഏതെങ്കിലും പെണ്ണുങ്ങളെ തേക്കാനുള്ളതല്ലേ. ഇതുകൊണ്ട് പോ, നീ പോ. ജയേട്ടോ അമ്പിളി പെണ്ണേ, തണുക്കണമെങ്കിൽ ഈ കമ്പിളി വെച്ചോ. കാലാവസ്ഥയുടെ പ്രശ്നമാണ്. ഓ അച്ഛനിപ്പോ എന്ത് വേണം? 15 വർഷം കഴിഞ്ഞ് വരേണ്ട നീ എന്റെ ഒറ്റ നേർച്ച കൊണ്ടാണ്. അച്ഛൻ എന്താ വേണ്ടത്? അച്ഛൻ പറഞ്ഞോളൂ. അച്ഛൻ എന്താ വേണ്ടത് പറഞ്ഞു. മല്ലനല്ല ക്ഷേത്രത്തില് ഒരു കുപ്പി കൊടുക്കാന്ന് നേർന്നായിരുന്നു. അതെവിടെ? അത് അകത്ത് ബാഗിൽ ഇട്ടു. അച്ഛൻ പോടും. ഓ ശരി. അമ്പിളി പെണ്ണേ, காதல் மன்னனா நீயும் கண்ணனா நாளும் ஓர் அலங்காரமா கோடி நல்லத்தான் சேரி சொல்லத்தான் சோந்தினேன் அவதாரமா கல்யாணம் முடிக்காது நம்ம கத்தேரி தொடங்காது கல்லாலே அணை போட்டு இந்த காவேரி அடங்காது அப்பப்பா அப்பு தப்பப்பா தப்பு சட்டப்பா சட்டப்பா எட்டி போ அப்பப்பா അമ്പിളി പെണ്ണേ, അടുത്ത് വാ. നിനക്കെന്തടി? നിനക്കെന്തടാ നിനക്കെന്തടാ? നിനക്കെന്തടാ നിനക്കെന്തടാ? നിനക്കെന്താ അളിയ? നിനക്കെന്തടാ? നിനക്കെന്ത്? നിന്നോട് ആര് പിടിച്ചു? അല്ല ഞാൻ ഇവിടെ മറ്റേ പെട്ടിയുടെ കാര്യം. പെട്ടി പുള്ളൊന്നുമില്ല. നീ ഇറങ്ങി പോ. അപ്പൊ തേക്കുന്ന മൊബൈലാ. നീ എന്നെ തേച്ചോണ്ടിരിക്കരുത്. നീ ഇറങ്ങി പോ. അളിയാ ആളെയും പോ, ഇറങ്ങി. മനുഷ്യൻ മെനക്കെടുത്താനായിട്ട്. എന്താ എടാ, ആ സുമതിയുടെ ഇളയ മോൻ കുരുത്തം കെട്ടവai കുറെ കട്ടുറുമിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. എല്ലാം കടിക്കുന്ന കട്ടുറുമാണ്. അമ്പിളി ഇത് കൊണ്ട് അങ്ങോട്ടൊന്ന് കളാ. അല്ല ഇനിയിപ്പോ അവളെ കൊടുക്കണ്ട. അതാ ഞാൻ നമുക്കൊരു കവറിലോ ഇട്ട് ഇങ്ങോട്ട് കളയും. അതിന് കവർ എവിടെ? എന്റെ കടിക്കാൻ ചെയ്യുന്ന കയ്യിൽ കൈ സൂക്ഷിച്ച് എടുത്ത് കളഞ്ഞ്. ഇത് ഞാൻ കൊണ്ട് കളഞ്ഞോളാം. ഞാൻ കൊണ്ട് കളഞ്ഞോളാം. മക്കളെ ഓ. നേർച്ചയുടെ കാര്യം അറിയാം. അച്ഛന്റെ നേർച്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നാട്ടിൽ വരാൻ പറ്റിയത്. അച്ഛൻ പോയി പ്രാർത്ഥിച്ചോളൂ. പൂജക്കുള്ള സമയമായില്ലേ. അമ്പിളി പെണ്ണേ, ജയേട്ടോ മക്കളെ അമ്പിളി ജയ പൂജ തുടങ്ങി വാ. ഒരു പൂജയും സ്വർഗത്തിലെ കട്ടുറുമ്പും. എന്തോന്ന് അമ്പലോ? 24 മണിക്കൂർ പൂജ. വന്നതും വെറുതെ ആയി, ഒന്നും കിട്ടിയതുമില്ല. ഇതാണ് പറയണത്, ദൈവത്തിനുള്ള ദൈവത്തിനും എനിക്കുള്ളത് എനിക്കും. ഏത് വീട്ടിൽ ചെന്നാൽ ഇതുപോലെ അടിച്ചു മാറ്റാൻ പാകത്തിന് എന്തെങ്കിലും കിടക്കുകയും ചെയ്യും. എന്റെ കൈ വിരിവിരാ വരികയും ചെയ്യും. ശബ്ദവീജികൾ കേട്ടിട്ട് അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഡയമണ്ടോ വജ്രവോ അങ്ങനെ എന്തോ വില കൂടിയ സാധനമോ. അറിഞ്ഞുകൊണ്ട് എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആരും എനിക്കൊന്നും തരില്ല. അപ്പൊ അറിയാതെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അറിയാതെ ഇവിടെ ഇരിക്കട്ടെ. ഈ അച്ഛനെ കൂടെ ഞാൻ തോറ്റു. ഈ അച്ഛൻ്റെ ഒടുക്കത്തെ ഒരു പൂജ. അങ്ങനെ പറയല്ലേ അമ്പിളി. അച്ഛന്റെ ഒറ്റ നേർച്ച കൊണ്ടാണ് 15 കൊല്ലം കഴിഞ്ഞ് വരേണ്ട ഞാൻ 3 കൊല്ലം കഴിഞ്ഞപ്പോ ഇവിടെ എത്തിയത്. അമ്പിളി പെണ്ണേ, തലവനാ എന്താ നീ പോയില്ലേ? എനിക്കിനി പോവാല്ലോ, പക്ഷെ ദുഃഖിക്കും ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ. ഒരു ദുഃഖമല്ല, നീ ഒന്ന് പോയി തന്നാ മതി. എടേ ജയ, എന്താച്ചാ വലിയൊരു കവർ കിട്ടുവോടെ? എന്തിന്? ആ സുമതിയുടെ മോൻ കുറെ കട്ടുറുമിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഒരു കവർ കിട്ടിയേ കൊള്ളായിരുന്നു. നേരത്തെ കട്ടുറുമിനെ ഇടാൻ വേണ്ടി നീ തന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കവർ എവിടെ? അതാ കട്ടുറുമ്പിനല്ല. അതൊക്കെ ഞാൻ ഇവിടെ ഇട്ടുന്നല്ല. ഞാൻ എടുത്ത് ഇവിടെ ഇട്ടിരുന്നില്ല. എവിടെ? നേരത്തെ അച്ഛൻ പൂജയ്ക്ക് വിളിച്ചില്ലേ, അപ്പൊ അത് ഇവിടെ കളഞ്ഞിട്ട് ഞാൻ വന്നത്. നീ എന്നാടി? ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ കണ്ടില്ല. ഓ, ആ കവർ ആരെടുത്തോണ്ട് പോയാൻ തരി അവന്റെ വിധി.
അളിയ അമ്മാവ് ഇപ്പൊ എന്തോന്ന് കണ്ടില്ലെന്നളിയ പറഞ്ഞു. അത് വേറൊന്നുമില്ല അളിയ. കുറച്ച് കട്ടുറുമ്പിനാണ്ട് സുമതി കുഞ്ഞുമരെ മോനാണ്ട് വെച്ച് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് അച്ഛൻ പിടിച്ചു പിടിച്ച് ഒരു കവറിനകത്താക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് കവർ ചോദിച്ചു. ഞാൻ ഗൾഫിൽ നിന്ന് ഒരു കവർ എടുത്ത് കൊടുത്തു. ആ കവറിനെ ഞാൻ അടുത്ത് ഇവിടെ കളഞ്ഞു. അതിപ്പോ കാണാനില്ല. അളിയ ഈ ഉറുമ്പ് കടിക്കുന്ന ഉറുമ്പെന്നാണ് അളിയ പറഞ്ഞത്. അല്ല, ഉമ്മ വെക്കുന്നേടാ. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാം അളിയ. നീ എവിടെ പോന്ന്? ഇല്ല, അത്യാവശ്യം ഉണ്ടല്ലേ, പെട്ടെന്ന് പോണോളിയ. നീ അങ്ങനെ പോകല്ലേ. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് നിനക്കൊന്നും തന്നില്ലെന്ന് വേണ്ട. ഞാൻ പോയിട്ടുണ്ടോ? അയ്യോ അളിയ, ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് തരാനളിയ. ഞാൻ പോട്ടളിയ, പെട്ടെന്ന് പോണോളിയ. നീ ഇവിടെ നിൽക്ക. നീ എവിടെ പോണത്? അത്യാവശ്യം ഉണ്ടല്ലേ, കൈവളിയ, പോട്ടളിയ. അല്ല, നീ മേടിച്ചിട്ട് പോയാൽ മതി. കാരണം നീ പോയാൽ ഇടക്കിടക്ക് നീ കയറി എനിക്ക് അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് കയറി വരും. നീ മേടിച്ചിട്ട് പോയാൽ മതി. എനിക്ക് നല്ല രീതിയിൽ കിട്ടിയളിയ, അതുകൊണ്ടാണ് പറയുന്നത് പോട്ടളിയ. അങ്ങനെ പോവില്ല അല്ലേ. നിക്ക്, നീ ധൈര്യമായിട്ട് നിൽക്കൂടെ. കൈവിടളിയ, പോട്ടളിയ. അളിയ വന്നിട്ട് നിന്റെ സുഖവിവരങ്ങളൊന്നും അന്വേഷിച്ചില്ല. നിനക്ക് സുഖമാണ് അളിയ? അളിയ, സുഖമെന്ന് വെച്ചാൽ ഇതാണ് അളിയ സുഖം. ശത്രുക്കൾക്ക് പോലും ദൈവം ഇങ്ങനത്തെ സുഖം കൊടുക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അളിയോ അല്ലെ, നീ പണ്ടേ എന്റെ അടുത്ത് പറയാറില്ല നിന്നെ ഗൾഫിൽ കൊണ്ടുപോകണം. അവിടെ ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ ഒരു 8ന്റെ പണി കിട്ടിയളിയ. ഇനി ഇതിൽ കൂടുതൽ കിട്ടാൻ ഒന്നുമില്ല. എടാ, നിനക്ക് അവിടുത്തെ ജോലി കിട്ടിയാൽ നിനക്ക് വെച്ചടി കയറ്റമായിരിക്കും. എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ തുടങ്ങിയളിയ വച്ചടി കയറ്റം. പക്ഷെ ഇത് എങ്ങോട്ടാണ് കേറുന്നതെന്നും അറിയാൻ പാടില്ല. ഇനി ഇത് ഏത് വഴി ഇറങ്ങി പോവുമെന്നും അറിയാൻ പാടില്ല. നീ ഞാൻ ഇവിടെ നിൽക്കയില്ലേ മല പോലെ. നീ ധൈര്യമായിട്ട് ഗൾഫിൽ ഒരു ജോലി ഉണ്ട്. ഒരു ഗുണം എന്ന് അറിയാമോ? നിനക്ക് ആ ഗീതയുടെ മോളേറ്റ് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ കല്യാണം ഞാൻ നടത്തരാം. അല്ല വേണ്ടല്ലേ, എനിക്ക് കുറച്ച് മുന്നേ വരെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കണ്ടല്ലോ. എടാ, ഗൾഫിലെ ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ആ പെണ്ണിനെ ചോദിച്ചാൽ അവർ ഈസി ആയിട്ട് നിനക്ക് തരുമെന്നേ. എന്റെ പൊന്നളിയ, എനിക്ക് കല്യാണം വേണ്ടളിയാ. എടാ, നല്ലൊരു പെൺകൊച്ചാണോള്. എനിക്ക് കല്യാണം വേണ്ട വേണ്ട വേണ്ട. എടാ, നിലവിളക്ക് കണക്ക് ഒരു പെണ്ണിനെ കെട്ടിച്ചേരാന്ന് പറഞ്ഞാൽ നിനക്കെന്താ വേണ്ടാത്തത്? എന്റെ അളിയ, കത്തിക്കാൻ തിരിയില്ലെങ്കിൽ പിന്നെ എന്തിനളിയ അളിയൻ പറഞ്ഞ് ഈ നിലവിളക്ക് കൈവിടളിയ. എന്റെ അമ്മോ. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കെട്ടിയത് അവൻ കെട്ടാത്തവരെ കണക്ക് തന്നെയല്ലോ. 3 കൊല്ലമായിട്ട് എന്റെ ഭാര്യ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ ചേട്ടാന്ന് വിളിച്ചിട്ട് എന്ത് കാര്യം? ബന്ധുക്കളെ തട്ടി നടക്കാൻ മതി. ബന്ധുക്കളെല്ലാം പോയി. എങ്ങനെ? പെട്ടി പൊട്ടിച്ച സാധനങ്ങൾ കിട്ടിയപ്പോ ബന്ധുക്കളൊക്കെ 4 വഴിക്കും പോയി. ഇനി നമ്മുടെ ലോകം നമ്മളെ ചുമ്മളി കൊച്ചിലെ അമ്പളി പെണ്ണേ. മക്കളെ, 15 വർഷം കഴിഞ്ഞ് മക്കൾക്ക് ലീവ് കിട്ടുമെന്ന് അറബി പറഞ്ഞില്ലേ? ഓ, പറഞ്ഞായിരുന്നു. ഈ അച്ഛന്റെ ഒറ്റ നേരത്തെ കൊണ്ട് മക്കൾക്ക് 3 വർഷത്തിനകത്ത് വരാൻ പറ്റിയില്ലേ? ഓ, വന്നല്ലോ. മക്കളെ, അപ്പൊ ആ നേർച്ച ചെയ്യണ്ടേ? പിന്നെ അത് നടത്തണം. എന്ത് നേർച്ച അച്ഛാ? നീ ഗൾഫിൽ നിന്നും വന്നതിന്റെ അന്ന് തന്നെ 41 ദിവസത്തെ കഠിന വ്രതമെടുത്ത് മാലയിട്ട് ശബരിമലയ്ക്ക് പൊയ്ക്കോളാമെന്ന്. അപ്പൊ എന്റെ 42 ദിവസത്തെ ലീവ് സ്വാമിയേ, ഒരുമാതിരി ശരണം